chasing the wind, knowing that it's gonna find me again. The great unknown calls me home. Carving the road, making a path. Here in this moment, right where I'm at, I had to roam to know I'm home. All that I need and all that I want has been here with me all along. I feel it now, I feel it now. I see the light break through the clouds. I feel it now. Oh, I feel it now, I feel it now. Into my feet, out through my crown. I feel it now. I feel it. I feel it. I feel it. I feel it now. I feel it now. I see the light break through the clouds. I feel it. I feel it now. Oh, I feel it now. I feel it now. Into my feet, out through my crown. I feel it. I feel it now. I feel it. I feel it. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്നേക്കും. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെയും അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ഈ വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഗിൽഫ്രഡിനെയും റിയയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യൗസേപ്പെ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിനു കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാകുമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരും ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകനെ, അബ്രാഹത്തെയും സാദയെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി.
സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതി. I see forever when I look. Love that is deeper than the blue in the sky. You are my heart. You are my heart. You are my dream. Come alive. My everything. My like no other. Yeah, I could stay here with you for forever. You're like a picture
ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാസ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിശുദ്ധനും സത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി. ഇത് അവളെ കളയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്.
ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യ സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. രണ്ടാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോയോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പൊക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണ് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു വരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ സ്നേഹം നിറഞ്ഞ സക്രിയാസിച്ച, പ്രിയപ്പെട്ട ഗിൽഫ്രഡ്, റിയ, ഇവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഗിൽഫ്രഡും റിയയും ഇന്ന് വിവാഹമെന്ന ഉദാസയിലൂടെ പുതിയ ജീവിതാന്തസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കപ്പെടും. ദൈവത്തിൻ്റെ വലിയ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ആയതിനാൽ സ്വർഗം ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നായിരിക്കുന്നത്. അതുപോലെ തന്നെ അനേകം കുടുംബങ്ങളാൽ ധന്യമായ കത്തോലിക്ക തിരുസഭയിലേക്ക് ഒരു പുതിയ കുടുംബം കൂടി ഇന്ന് ജന്മം കൊള്ളുമ്പോൾ തിരുസഭയും ഈ ഭൂമിയും നമ്മൾ ഓരോരുത്തരും ഏറെ സന്തോഷമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ബഹുമാനപ്പെട്ട സക്രിയാസിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഇന്ന് വിവാഹ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന ഗിൽഫ്രഡിനും റിയയ്ക്കും എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഈശോ ആരാണ്, ഈശോയുടെ ദൗത്യം എന്താണ് എന്ന് പറയുന്ന ആദ്യത്തെ അടയാളമാണ് ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ വിവാഹ തിരുക്കർമ്മങ്ങളിൽ കുറെ അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വിവാഹ വസ്ത്രം ധരിക്കുന്നുണ്ട്, താലിമാല ചാർത്തുന്നുണ്ട്, വിവാഹ മോതിരങ്ങൾ അണിയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, വരനും വധുവും പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം പലതരം അടയാളങ്ങളാണ്. എന്ത്? നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ദൗത്യം എന്ന് പ്രകടമാക്കുന്ന, വെളിപ്പെടുത്തുന്ന ദൗത്യങ്ങൾ. നിങ്ങളുടെ വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള സേവ് ദ ഡേറ്റിന്റെ വീഡിയോയെല്ലാം ഞാൻ കണ്ടു. വളരെ മനോഹരമായിട്ടുണ്ട്. വാസ്തവത്തിൽ അത് ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്? ആ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോയാണ്. അതായത് നിങ്ങളുടെ ദിവസം, വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ ഓർത്തിരിക്കാൻ, മറ്റുള്ളവർ ഓർക്കാൻ വേണ്ടി, അതിന് വരാൻ വേണ്ടി, അതേ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീഡിയോയാണ് സേവ് ദ ഡേറ്റിന്റെ വീഡിയോ. പക്ഷെ ആ വീഡിയോയുടെ പ്രാധാന്യം ഇന്നുകൊണ്ടോട് അവസാനിക്കുകയാണ്. കാരണം എല്ലാവരും നിങ്ങൾ വിളിച്ചവരെല്ലാം, നിങ്ങൾ ആഗ്രഹിച്ചവർ, നിങ്ങൾ സ്നേഹിക്കുന്നവരുമെല്ലാം എത്തിച്ചേർന്നു, അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ പ്രാധാന്യം ഇന്നിവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്
ദിവസം നവംബർ 17, 2024 നിങ്ങളുടെ ഹൃദയങ്ങളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടണം. ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളെടുക്കുന്ന പ്രതിജ്ഞ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ നിയോഗങ്ങൾ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആ വിശുദ്ധി, ആ ഒരു ചൈതന്യം, ദൈവികമായ ചൈതന്യം എന്നും നിങ്ങളുടെ മരണം വരെ, അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഈ ഡേറ്റ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ പ്രത്യാഗം, അവർ നടത്തിയ പ്രാർത്ഥന, അവരൊഴുകിയ കണ്ണുനീര്, അതൊക്കെയാണ് ഇന്ന് നിങ്ങളെ ഇവിടെ ഇന്ന് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജീവിതാവസാനം വരെ മാതാപിതാക്കളോടുള്ള ഒരു വിധേയത്വം, മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബഹുമാനം, നിങ്ങളുടെ ആദരവ് ഒരിക്കലും കുറയരുത്. കാരണം ചിലപ്പോൾ അറിവുകൊണ്ട് നിങ്ങൾ അവരെക്കാളും കൂടുതലായിരിക്കും, പക്ഷെ അനുഭവം കൊണ്ട് മാതാപിതാക്കളാണ് നിങ്ങൾക്ക് മുകളിൽ ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഒരു പുതിയ മാതാപിതാക്കളാണ് ഒരുങ്ങുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അവരുടെ കണ്ണുനീര് വിടാനായിട്ട്, നിങ്ങൾ കാരണം വിടാനായിട്ട് ഇടവരരുത്. അവരേതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും അവരെ ബഹുമാനിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരോടൊത്തായിരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. ഗിൽഫ്രഡിന്റെ പപ്പയും അമ്മയും സഹോദരങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഗിൽഫ്രഡിനെ വളർത്തി വലുതാക്കിയത്. ഇപ്പോൾ പേപ്പൻ, മേമ, റിയയുടെ പപ്പയും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കറിയാം, ഇപ്പോൾ പേപ്പൻ വളരെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് റിയയെ ഗിൽഫ്രഡിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതെങ്കിലും ഒരു ചെറിയ ദുഃഖമുണ്ടാവും. കാരണം കുഞ്ഞുനാൾ മുതൽ താൻ നെഞ്ചിലേക്ക് വളർത്തിയ മകളെ മറ്റൊരു കുടുംബത്തിലേക്ക് നൽകുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ വേദന, പക്ഷെ നിറഞ്ഞ മനസ്സോടുകൂടി വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് നൽകുന്നത്. ഈ ഒരു സന്തോഷം എന്നും നിങ്ങൾക്ക് അവർക്ക് നൽകുവാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ഈ കുടുംബ ജീവിതം ഏറ്റവും മനോഹരമാകുന്നതും ഏറ്റവും വിശുദ്ധമാകുന്നതും. സ്നേഹമുള്ള ഗിൽഫ്രഡ്, റിയ, ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാ നന്മകളും നേടുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പുരുഷനെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഗിൽഫ്രഡിനെയും റിയായെയും സ്നേഹത്തിൽ ബന്ധിക്കുന്ന ഈ വിശുദ്ധ കൂദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ റിയായെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. റിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഗിൽഫ്രഡിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും ഹൃദയത്തിന്റെ മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴിയായി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ എന്നേക്കുമായി ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ദൈവനിർമ്മിതമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്കെന്നും ശക്തി നൽകട്ടെ. ഇവരുടെ പരസ്പര വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിന്റെ
കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും പരസ്പര വിശ്വസ്തയോടും കൂടി ഏക മനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരദാന ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കാഴ്ചയേകീട ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാൻ കാഴ്ചയേകീടാം ഇന്നു പൂർണ്ണമായി നൽകാം. കാഴ്ചയേകീടാം ഈ വേദിയിൽ സ്വീകാര്യമാം ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാൻ കാഴ്ചയേകീടാം ഇന്നു പൂർണ്ണമായി നൽകാം. കണ്ണീർക്കണങ്ങളാൽ കഴുകിടാം പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നെ പൂർണ്ണമായി. കണ്ണീർക്കണങ്ങളാൽ കഴുകിടാം പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ
അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ അപംസ്യാന്റെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിനെ സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ സ്ഥാപിച്ച വിവാഹം എന്ന കൂദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ നവദമ്പതികളെ ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമർത്ഥമായി ഇവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. You look so wonderful in your dress. I love your hair like that. The way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies and people that talk too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. So in love, so in love, so in love, so in love.
ਸਾਂ ਮਿਲਦੇ ਅਸੀਂ ਐਵੇਂ ਨੀ ਤੈਨੂੰ ਬੇਵਜ੍ਹਾ ਮਿਲਦੇ ਤੇਰੇ 'ਚ ਕੋਈ ਗੱਲ ਹੈ ਸਾਹਿਬਾ ਹਾਂ ਅਸੀਂ ਤੈਨੂੰ ਤਾਂ ਮਿਲਦੇ ਮੈਨੂੰ ਪਤਾ ਨਹੀਂ ਹੁੰਦਾ ਸਕੂਨ ਕੀ ਤੈਨੂੰ ਮਿਲੇ ਤਾਂ ਪਤਾ ਲੱਗਿਆ ਮਿਟ ਗਈ ਮੇਰੀ ਸਭ ਤਨਹਾਈ ਜੀ ਤੇਰੇ ਕੋਲੇ ਆ ਲੱਗਿਆ ਵੇ ਹਾਣੀਆਂ ਵੇ ਦਿਲ ਜਾਨੀਆਂ ਤੂੰ ਨੇੜੇ ਨੇੜੇ ਰਹਿ ਨਾ ਦੂਰ ਕਿਤੇ ਜਾ ਭੁੱਲ ਗਏ ਇਹ ਸਾਰੀ ਦੁਨੀਆ ਕਿ ਤੇਰਾ ਹੀ ਨਾਮ ਹੈ ਬੋਲਦੀ ਜ਼ਬਾਨ ਇਹ ਜੋ ਸਾਡੇ ਨਾਲ ਹੋਇਆ ਏ ਖੂਬਸੂਰਤ ਸਪਨਾ ਲੱਗਦਾ ਅਜਨਬੀ ਸੀ ਕੱਲ ਤੱਕ ਜੋ ਹਾਂ ਹੁਣ ਮੈਨੂੰ ਆਪਣਾ ਲੱਗਦਾ ਤੂੰ ਹੀ ਦਿਨ ਤੂੰ ਹੀ ਮੇਰੀ ਰਾਤ ਕੋਈ ਨਹੀਂ ਹੈ ਤੇਰੇ ਤੋਂ ਬਿਨਾ ਵੇ ਹਾਣੀਆਂ ਵੇ ਦਿਲ ਜਾਨੀਆਂ ਤੂੰ ਨੇੜੇ ਨੇੜੇ ਰਹਿ ਨਾ ਦੂਰ ਕਿਤੇ ਜਾ ਭੁੱਲ ਗਏ ਇਹ ਸਾਰੀ ਦੁਨੀਆ ਕਿ ਤੇਰਾ ਹੀ ਨਾਮ ਹੈ ਬੋਲਦੀ ਜ਼ਬਾਨ ਤੈਨੂੰ ਵੇਖੀ ਜਾਵਾਂ ਮੈਂ ਹੈ ਇਸ਼ਕ ਤੇਰੇ ਵਿੱਚ ਗਾਵਾਂ ਮੈਂ ਮੇਰੇ ਦਿਲ ਨੂੰ ਮਿਲਦਾ ਯਾਰਾ ਜਦ ਤੈਨੂੰ ਗੱਲ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ So, ladies and gentlemen, put your hands together. Our dear bride and groom, dear Ria and Wilfred. Please welcome. Parkour Chundal വീട്ടിൽ Mr. C.P. Jose and Mrs. Bency Jose ദമ്പതികളുടെ മകനായ ഗിൽഫ്രഡും വാഴപ്പിള്ളി വീട്ടിൽ Mr. V.C. Joseph and Mrs. ജോഷി ജോസഫ് ദമ്പതികളുടെ മകളായ റിയയും തമ്മിലുള്ള വിവാഹം ഇന്ന് പള്ളിയിൽ വെച്ച് വളരെ മംഗളകരമായി തന്നെ ദൈവാനുഗ്രഹത്താൽ നടന്നു. Gilfred Jose completed B.Tech in Electrical and Electronics Engineering and working as a FM engineer. Mrs. Ria completed BSc Honours in Agriculture from
Mr. C.P. Jose and Mrs. Betsy Jose onto the stage. Please welcome. നല്ലൊരു കൈയടി നൽകി തന്നെ നമുക്ക് വിൽഫ്രഡിന്റെ പപ്പയെയും മമ്മിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Mr. invite Wilfred's sister and family and Mrs. Victor Shindo and their children Hamilton, Hamley and Hilton. ഇവരെയും നമുക്ക് നിറഞ്ഞ കൈയ്യടിയോടുകൂടെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത നമ്മുടെ വിൽഫ്രഡിന്റെ ബ്രദറിനെയും അതുപോലെ തന്നെ സിസ്റ്റർ ഇൻലോയെയും നമുക്ക് ഓർക്കാം. അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. അടുത്തത് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ റിയയുടെ ഫാമിലിയാണ്. മിസ്റ്റർ V.C. Joseph and Mrs. Joshi Joseph onto the stage. Finally, I welcome Riya's cute, lovely sisters, Miss Nimita and Miss Catherine. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അവരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. Suddenly I'm seeing everything so different. Like I'm looking at the world through a brand new lens. Every shade of green and blue, and it's all because of you. I'm seeing everything. You make me wanna celebrate, 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 celebrate tonight. Like a picture that I've painted in my wildest dreams, came to life in every feeling that you gave to me. Found a story that we saw. Every moment is a song. I'm hearing everything. You make me wanna celebrate, 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 celebrate tonight. Celebrate tonight. Celebrate tonight. Celebrate tonight. Like a picture that I've painted in my dreams, came to life in every feeling that you gave to me. You make me wanna celebrate, 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 celebrate tonight.
shadow of your silhouette. Moving just to survive. All that I wanted was to start again. Stumbling through the crowd, feet lifting off the ground, looking for you. Watching my fear away, standing here face to face, nothing to lose. I won't look back now. I feel the love. I wanna get to know you. I feel the love. Let the past burn into the sun. I feel the love. I really wanna show you now. Oh, I feel the love. I wanna get to know you. I feel the love. Let the past burn into the sun. Can't get enough. So much I wanna show you now. It's not over tonight. Stay in this moment, we can hide away. 'Cause they're gonna turn on the lights. We're burning bright, no one never fade. Stumbling through the crowd, feet lifting off the ground, looking for you. Washing my fear away, standing here face to face, nothing to lose. I won't look back now. I feel the love. I wanna get to know you. I feel the love. Let the past burn into the sun. I feel the love. I really wanna show you now. I feel the love. I wanna get to know you. I feel the love. Let the past burn into the sun. Can't get enough. So much I wanna show you now. I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah. Where I can free my mind, I hear the sounds of the season and lose all sense of time. Place
inside. The way it fills our lungs. The fire burns in the night sky. This life will keep us young, yeah, keep us young. And we will sleep by the ocean. Our hearts will move with the tide. And we will wake in the morning to see the sun paint the sky. പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. സ്വസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മണവാളനെ സ്വീകരിക്കാൻ വിളക്കുമായി കാത്തുന്ന കന്യകമാരെ സ്വർഗരാജ്യത്തോട് ഉപമിക്കുന്ന ദിവ്യഗുരുവിന്റെ ഉദ്ബോധനം നമുക്ക് ശ്രമിക്കാം. നിങ്ങൾക്ക് സമാധാനം, എല്ലാവർക്കും സമാധാനം. വിശുദ്ധ മത്തായി എഴുതി നമ്മുടെ കർത്താവായ ശംശയുടെ സുവിശേഷം മത്തായി 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മണവാളനെ എതിരേൽക്കാൻ വിളക്കുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണയെടുത്തിരുന്നില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽപ്പി. കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്കുകളേന്തി. ഒരുങ്ങിയിരുന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗല്യാഘോഷങ്ങൾക്കായി അകത്തു പ്രവേശിച്ചു. നമ്മുടെ നമുക്കെല്ലാവർക്കും വിശ്വസ്തരും പ്രതീക്ഷയോടും ഒന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷത്തിലും സംതൃപ്തിയിലും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാകണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കുദാശിയിൽ ഇവരെ ഒന്നാക്കിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബ പ്രതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തെ രാജാവായി ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം തന്നെ വിശദീകരിക്കണമേ. സദ്യമോളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങൾ വിശദീകരിക്കുകയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഈശോയുടെ രക്തത്തിൽ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഒരു ഹൃദയമായി, ഒരാത്മാവായി, ഒരു മനസ്സായി ദൈവികമായ സ്നേഹത്തിന്റെ കൃപയിൽ എപ്പോഴും വഴി നടത്തണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കണമേ. കർത്താവേ, എൻ്റെ കൃപ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എപ്പോഴും എപ്പോഴും. Now
से मिलते थे जो फूलों के बागों में, शर्मा के चुपके से जो तू मुस्कुराती थी, जाने जा मेरी सारी वक्त थम जाती थी। വെണ്ണിലവ് സാരല്ലി വീസും കുളിർ കാതല്ലി, வெண்ணிலவு சாரல்லி வீசும் குளிர் காதல்லி, ஆசை வந்து ஆசை தீர ஆடுகின்ற ஊஞ்சல் நீ. കൊട്ടും പനി മായം നീ, കോടിവേൽ സായം നീ, തുള്ളി വിളയാടും മുൻപിൽ തൂകയാകും കാലം നീ. മിന്നൽ മോതും വാസൽ നീയേ, செல்லமாறான் நீரல் நீயே, நெஞ்சமே எங்கும் தேடல் நீ. வெண்ணிலவு சாரல்லி வீசும் குளிர் காதல்லி, ஆசை வந்து ஆசை தீர ஆடுகின்ற ஊஞ்சல் நீ. வெண்ணிலவு சாரல்